അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ഇതിന് പകരമായിട്ട് ഒറ്റ സ്വിച്ചാക്കി ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ സ്ഥലവും കുറയും, അതേപോലെ കാണാനും ഇതാണ്. അതേപോലെ ചെറിയൊരു DRലിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വെച്ചപ്പോൾ നല്ല ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഒരെണ്ണം യെല്ലോ, ഒരെണ്ണം വൈറ്റ് അങ്ങനെ കൊടുക്കൊണ്ടിരുന്ന. അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഹാൻഡ് ഗാർഡ്സ് ആണ്. സ്കൈ ബോയ്സ് എന്നുള്ള പേജിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന രണ്ട് ഹാൻഡ് ഗാർഡ്സ് ആണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഹാൻഡ് ഗാർഡ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ചെറിയൊരു DRലിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ വണ്ടിയിൽ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ചസ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ രണ്ട് സ്വിച്ചസ് ആയിട്ടാണ്. അപ്പം രണ്ട് സ്വിച്ചിലായിട്ടാണ്, ഒരെണ്ണത്തിൽ യെല്ലോ, ഒരെണ്ണത്തിൽ വൈറ്റ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഡ്യുവൽ വേ സ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ഇതിന് പകരമായിട്ട് ഒറ്റ സ്വിച്ചാക്കി ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ സ്ഥലവും കുറയും, അതേപോലെ കാണാനും ഇതാണ് എന്താ പറയുന്നത്, വൃത്തികേടും കാര്യങ്ങളൊക്കെ മാറി കാണാൻ ലുക്കും ഈ സാധനമാണ് കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് നമ്മളെ വണ്ടി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കാൻ ലിങ്ക് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് വേണം, കുറച്ച് പണിയുണ്ട്. ഈ ഹെഡ് കുറച്ചൊന്ന് അഴിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഹാൻഡ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് LED സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ LED വേണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് ചെറിയൊരു മാസ്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ പീസ് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അങ്ങനെ അറ്റാച്ച്മെൻറ്റിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ വെച്ചിരിക്കുന്നത് LED തന്നെയാണ്. അപ്പോൾ LED തന്നെയാണ്. അപ്പോൾ DRലും അതേപോലെ ഇൻഡിക്കേറ്ററും ഒരുമിച്ച് വരുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഗാർഡാണ് നമ്മളെ വണ്ടി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മളിത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് വരുന്നത് 10ൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹാൻഡിൽ വരുന്നത്. മിക്കുള്ളതിലും വരുന്നത് 12 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വരുന്നത് 10ൻ്റെ ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹാൻഡ് ഗാർഡിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് ബൾക്കിയായിട്ടിരിക്കും, പക്ഷേ എന്താ പറയുക, ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ യൂസ് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് വെക്കണോ വേണ്ടത് നോക്കാം കേട്ടോ. എന്തായാലും സാധനം ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്താണ് അപ്പോൾ എന്തായാലും സാധനം ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണോ വേണ്ടെങ്കിൽ നമുക്ക് ഉരി മാറ്റാം കേട്ടോ. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മളിതാ ഈ ഒരു ഹാൻഡ് ഗാർഡ് കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ കണക്ഷൻസ് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവത്തിൽ വന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വയർ നമുക്കൊരു സോൾഡറിങ്ങിനായിട്ട് വിട്ടുപോയി. നമ്മുടെ ഈ ഒരു സോൾഡർ ചെയ്ത ഭാഗത്ത് നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇപ്പം ഒരുമിച്ച് ഫിക്സാക്കി വെക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഫിക്സ് ആക്കുന്നുള്ളൂ. കാരണം വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഫിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് കാണിക്കണം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് വെക്കുകയാണ്. അപ്പോൾ DRലും കാര്യങ്ങളൊക്കെ കത്തും, പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ വയറാണെന്ന് തോന്നുന്നു മിസ്സായി പോയത്. അപ്പോൾ അതൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കണം. അപ്പം അതാണ് ഇതിനകത്ത് വന്നൊരു പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഈ സൈഡിലത്തെ ലുക്ക് എന്ന് പറയുന്ന. ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്ന കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് കത്തുന്ന വർക്കിംഗ് കാണിച്ചില്ല. അപ്പുറ സൈഡിൽ നമ്മൾ ഇൻഡിക്കേറ്ററും എല്ലാ വയറും ഉണ്ട്. അപ്പം അവിടെ വർക്കാവും, പക്ഷേ ഈ സൈഡിൽ വർക്കാവത്തില്ല കേട്ടോ. ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ പോയി, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പം നമ്മുടേതാ ഈ രണ്ട് സ്വിച്ചും നമ്മൾ മാറ്റിയിട്ട് നമ്മുടേതാ ഈ സ്വിച്ച് കാണിച്ചതാ. ഈ ഒരു ഡ്യുവൽ വേ സ്വിച്ചാണ് നമ്മുടെ വണ്ടി വെക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫോഗ് ലൈറ്റിനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ട് സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോഗ് ലൈറ്റ് ഈ സൈഡിലാണ് വെച്ചത്, അത് ഇവിടെ തന്നെ വെച്ചാൽ. അപ്പം ഫോഗ് ലൈറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് ഒരെണ്ണം യെല്ലോ, ഒരെണ്ണം വൈറ്റ് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് രണ്ടിന് പകരമായിട്ട് ഇത്രയും സ്പേസാണ് അതിന് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഒറ്റ സ്പേസിൽ നമുക്ക് ഡ്യുവൽ വേ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് എളുപ്പം. അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ യെല്ലോ ഇട്ട് പിന്നെ വൈറ്റ് ഇട്ട് അതൊരു ചടങ്ങായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ നമുക്ക് എന്തായാലും ഒറ്റ സ്വിച്ചാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ വർക്കിംഗ് നമുക്ക് കണക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് കൊടുക്കുന്ന സെറ്റപ്പിലാണ് നമ്മൾ ആദ്യം അതൊക്കെ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വയ്ക്കുമ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കണക്ഷൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഹെഡ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹെഡിൽ നമ്മുടെ മോജോയ്ക്ക് 2 പിടുത്തം മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 2 പിടുത്തം നമ്മൾ ജസ്റ്റ് ഒരു ലോക്കാണ് അതിനകത്ത് ഇറക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഹെഡ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് ഇത്രയും കിട്ടും. പിന്നെ ഇതിനകത്ത് ഈ കണക്ഷൻസ് എല്ലാം കൊടുക്കണം. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയിലോട്ട് പോകാം. ബാക്കിയെല്ലാം നമ്മൾ ഫിക്സ് ആയി കഴിഞ്ഞു. ഹാൻഡിലെ പരിപാടിയെല്ലാം ഫിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നെറ്റും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞു. സ്വിച്ച് വെച്ച് കഴിഞ്ഞു. ഈ സ്വിച്ച് ഇത് അഴിച്ച് മാറ്റി ഇനി കണക്ഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതേ ഉള്ളൂ അടുത്ത പണി എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് പക്കാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഹാൻഡ് ഗാർഡിൻ്റെ കണക്ഷൻസാണ്. ഹാൻഡ് ഗാർഡിൻ്റെ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈറ്റിൻ്റെ പാർക്കിൻ്റെയും അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെയും കണക്ഷൻസാണ് നമുക്കിന് കൊടുക്കാറുള്ളത്. അത് ഈ സൈഡിൽ കൊടുത്ത് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട്, ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
ഇന്ന് രണ്ടും പിടിച്ച് മെയിനിൽ കൊടുക്കണം. അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വണ്ടിയിൽ നിന്ന് വെച്ചപ്പോൾ നല്ല ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലും നോക്കിയതിന് ശേഷം നമുക്ക് ഇത് വെക്കണമെന്നുണ്ട് നോക്കാം കേട്ടോ. എന്തായാലും കാണാനൊക്കെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വർക്കിംഗ് ആവുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇവിടെ എനിക്ക് കുഞ്ഞ് ഇൻഡിക്കേറ്ററാണ്, പക്ഷേ നല്ല പവർഫുള്ളാണ്, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ വൈഡായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ രസമായിരിക്കും, അല്ലെങ്കിൽ കാണാൻ കുറച്ചുകൂടെ വിസിബിൾ ആയിരിക്കും ആ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഞാൻ വയ്ക്കും, അല്ലെങ്കിൽ ദൂരി മാറ്റി വെച്ചേക്കും കേട്ടോ. ഗൈസ് ഇപ്പോൾ നമ്മൾ DRL കത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനൽ വർക്കിലാണ്. ഇപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറക്കിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലെയും നമ്മുടെ ഹാൻഡ് ഗാർഡും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ നൈസാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് ഗാർഡ് വെച്ചപ്പോൾ വണ്ടി ലുക്ക് എന്ന് പറയുന്നത്. ഇനി മിററും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ടൂറിംഗ് സെറ്റപ്പിലോട്ട് വണ്ടി അങ്ങ് മാറും കേട്ടോ. വണ്ടി കാണാൻ അങ്ങനത്തെ ഒരു സെറ്റായിരിക്കും. കാരണം വണ്ടി ഇപ്പോൾ നല്ല തന്നെ വണ്ടി ഫ്രണ്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു ബൾക്കി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ഹാൻഡ് ഗാർഡിൻ്റെ വർക്കിംഗ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, വണ്ടി ഇപ്പോൾ ചാവി ഇഗ്നിഷൻ ഓൺ ആക്കാൻ പോകണം കേട്ടോ. ഇതാണ് ഹാൻഡ് ഗാർഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഹാൻഡ് ഗാർഡ് നമ്മൾ വണ്ടിയിൽ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു DRL കത്തും. അതേപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ മറ്റേ മെട്രിക്സ് ആണ്, അതായത് നമ്മുടെ ഈ ഒഴുകിന് കത്തത്തില്ലേ ആ ഒരു സെറ്റപ്പാണ്. ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ സ്കൈ ബോയ്സിൻ്റെ പേജിലോട്ട് വിട്ടോ. ഫാൻസി ഐറ്റംസൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല നല്ല എക്സറൈസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ സ്കൈ ബോയ്സിൻ്റെ പേജിലോട്ട് വിട്ടോ. അവിടെ നിങ്ങൾക്ക് ആവശ്യം പോലെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തുച്ഛമായ റേറ്റിൽ സാധനത്തിന് കിട്ടും കേട്ടോ. തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ സ്കൈ ബോയ്സിൻ്റെ പേജിലോട്ട് വിട്ടോ. കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ വെച്ചതാണ് നമ്മുടെ ഈ ഒരു ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്ന. ഇതാണ് സ്വിച്ച്, ഡ്യുവൽ വേ സ്വിച്ചാണ്. അപ്പോൾ മേലോട്ടാക്കുന്ന സമയത്ത് യെല്ലോ എത്തും, താഴോട്ടാക്കുന്ന സമയത്ത് വൈറ്റ് എത്തും കേട്ടോ. ഇതും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതും അഫോർഡബിൾ റേറ്റിന് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതേ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. 10 വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.